ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ പച്ചക്കായ എടുത്തിട്ടുണ്ട്. മൂത്ത പച്ചക്കായാണ് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലത്. ആദ്യം തന്നെ നമ്മൾ കൈക്ക് നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തൊലി കളഞ്ഞെടുത്താൽ മതി. കൈക്ക് കറ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മെല്ലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം തൊലിയെല്ലാം മാറ്റാം. പച്ചക്കായെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈസ് ആക്കി എടുക്കണം. പച്ചക്കായ നല്ല നേരിയതായിട്ട് മുറിച്ചെടുക്കണം. അധികം നേരിയതാവണ്ട, അധികം തടിപ്പുള്ളതും ആകണ്ട. ഒരു പാകത്തിനായിട്ടുള്ള സൈസിൽ വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ മുഴുവനായും നമുക്ക് ചെയ്തെടുക്കാം. 5 നേന്ത്രക്കായ കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം ഞാൻ മുഴുവനായും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആദ്യത്തെ തവണ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച കായ ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് എങ്കിലും അതിൽ മുക്കി വെക്കണം. ഇനിയിപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നല്ലതുപോലെ വീണ്ടും കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്തതിന് ശേഷം 3ാമത്തെ പ്രാവശ്യം നമ്മൾ അതേ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇതിലാവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരട്ടെ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കായ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ചിപ്സ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. എടുക്കാം. ഇതുപോലെ
എല്ലാം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിപ്സ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കി എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ഒന്ന് അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.